ഇത്തവണ പാല ജോസ് കെ മാണിയെ കൈവിടില്ല അല്ലെ? പാല തിരിച്ചു പിടിക്കും. പാലായിൽ LDF ജയിക്കും. ആ ഒരു പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം. കാരണം 5 വർഷക്കാലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല. അതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നു. പാലായെ സംബന്ധിച്ചോളം പാല ലോകരാഷ്ട്രങ്ങളിലുള്ള മലയാളികൾ അടയാളപ്പെടുത്തുകയാണ്, രാഷ്ട്രീയമായും അല്ലാതെ. അപ്പോൾ അതിൽ ഒരു മങ്ങലേറ്റിട്ടുണ്ട്, അതിൽ ആ തിളക്കം മങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ഇവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന പഴയ പാലായിലെ ആ സുവർണ്ണ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. ഒരു പാർലമെന്റ് അംഗം എന്ന നിലയ്ക്ക് ആ തരത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയോ ബൃഹത്തായ പദ്ധതികൾ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. തീർച്ചയായും പാലായെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും, ആ പ്രതാപകാലത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പാല LDFിനോടൊപ്പം ഉണ്ടാവും എന്ന് കരുതുന്നു. പക്ഷേ എതിരാളി എന്ന് പറയുന്നത് 2 മുന്നണികളിൽ നിന്നപ്പോഴും ജയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നല്ലേ കരുതാൻ? അപ്പോൾ അത് തന്നെയല്ലേ ശരിക്കും ജോസ് കെ മാണി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി? സ്വന്തം തട്ടകത്തിൽ ഇനിയൊരു തിരിച്ചടി ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിനും അത് ശരിയായ കാര്യമായിരിക്കില്ലല്ലോ. പാലായെ സംബന്ധിച്ചോളം പലരും ചോദിച്ചു, താങ്കൾ ചോദിച്ച പോലെ ഒന്ന് മാറ്റി ചിന്തിച്ചുകൂടെ? ഒരു പക്ഷേ മാറ്റി ചിന്തിച്ചാൽ ചില മറ്റു തരത്തിലൊക്കെ വിധിയൊക്കെ ഉണ്ടാകാം. പക്ഷേ പാല എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ നാടാണ്, നമ്മുടെ വീടാണ്, നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ കുടുംബാംഗമാണ്. പാലായിലെ പ്രശ്നമാണ്. പാലായിൽ ഇവിടെ നിന്ന് തന്നെ പാലായിലെ ജനങ്ങൾ എന്നെ സ്വീകരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇതേത് സിറ്റുവേഷൻ ആണെന്നുള്ള മൂവാറ്റുപുഴയിൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിരുന്നു. അവിടെ പാല പിന്നോക്കം പോയി, 10,000 വോട്ടിന് പിന്നോക്കം പോയി. പക്ഷെ വീണ്ടും ലോക്സഭയിലേക്ക് ഞാൻ നിന്ന് കഴിഞ്ഞപ്പോൾ 30,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പാലക്കാർ എനിക്ക് നൽകിയത്. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുമുണ്ട്. എന്തായാലും പാലായിൽ ജയിച്ചേ അടങ്ങൂ എന്ന് തന്നെയാണ്. ജയിക്കുന്നവരെ പാലായിൽ മത്സരിക്കും. ജയിക്കുന്നവരെ ജയിച്ചിരിക്കും. ഇപ്രാവശ്യം നമ്മൾ കണ്ടത് ഒരു പ്രാവശ്യം നമ്മൾ മാറി അല്ലെങ്കിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ. എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ തരത്തിലുള്ള ഒരു വിധിയാണ് എപ്പോഴും നമ്മൾ ഉദാഹരണമല്ല മൂവാറ്റുപുഴയിലെ ഞാൻ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമാണ് പാലായിലെ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നും നല്ല അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നാണ്. പക്ഷേ താങ്കൾ പറഞ്ഞു താങ്കൾക്ക് വേണമെങ്കിൽ വേറെ ഓപ്ഷൻ തേടാമായിരുന്നു എന്ന് ഞാനല്ല പറഞ്ഞത്, എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു. പക്ഷെ താങ്കൾ ചിന്തിച്ചിട്ടുണ്ടാവും, കാരണം പാല വേണോ എന്ന് ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. ഒരു വട്ടവും ചിന്തിച്ചിട്ടില്ല. പാല മാറ്റി ചിന്തിച്ചുകൂടെ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു, സുഹൃത്തുക്കളും ചോദിച്ചു. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ കുറിച്ചു, ഇത് പാല തന്നെയാണ്. അത് പാലായാണ് എൻ്റെ സ്വന്തം സ്ഥലം. പാലായിൽ തന്നെ എനിക്ക് പാലായിലെ ജനങ്ങൾ വിശ്വാസമുണ്ട്. ആ പാലായിലെ ജനങ്ങൾ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്നുള്ളത് സംശയമുണ്ട്.